പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടകയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്ത സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഉണ്ടായതെങ്കിലും ജനങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെൻറ് കുടിയെടുപ്പിക്കേണ്ടി വന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ന്യായമുണ്ട്. അവിടെ ഗവൺമെൻറ് ഭൂമിയാണല്ലോ അത്. അപ്പോൾ ആ നിലയ്ക്ക് ഗവൺമെൻറ് നടപടി എടുത്താണ്. പക്ഷേ അതിങ്ങനെയായി. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അത്തരത്തിൽ ആ ഒരു സംഭവം, അതായത് 300ഓളം പേരെ കുടിയൊഴിപ്പിച്ച ഒരു സംഭവമാണ്. ബുൾഡോസർ വെച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവരുടെ വീടുകൾ തകർത്ത സംഭവമാണ്. യു പിയിൽ അത്തരത്തിലുള്ള ബുൾഡോസർ രാഷ്ട്രീയം നടന്ന സമയത്ത് കേരളത്തിലൊക്കെ വലിയ വിമർശനം ഉണ്ടായതാണ്. ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കം അതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് കർണാടകയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്ത ആ സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പറയുന്നത്. സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഉണ്ടായതെങ്കിലും ജനങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ആ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.